വെൽക്കം ടു റാണാസ്വ്ലോഗ്. ഇന്നൊരു അടിപൊളി പൊട്ടാറ്റോ സ്നാക്സ് ആണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 3 പൊട്ടാറ്റോസ് എടുത്തിട്ട് നന്നായിട്ട് പീൽ ചെയ്ത് കളയുക. ശേഷം ഈ പൊട്ടാറ്റോസിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ഇങ്ങനെ റൗണ്ടായിട്ട് എല്ലാ പൊട്ടാറ്റോസിനെയും കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു കട്ടിയിലാണ് പൊട്ടാറ്റോസിനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അരമണിക്കൂർ വെക്കുക. ഇത് ഫ്രിഡ്ജിലോ പുറത്തോ വെക്കാവുന്നതാണ്. ഇതിലേക്ക് 8 ചെറിയ ഉള്ളി 4 വെളുത്തുള്ളി എടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയോ നന്നായിട്ട് ചതച്ചെടുക്കുകയോ ചെയ്യുക. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു ട്രേയിൽ ടിഷ്യൂവോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ച് എല്ലാ ഉരുളക്കിഴങ്ങിനെയും ഇതിലേക്ക് നിരത്തി വെക്കുക. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/8 ടീസ്പൂൺ മുളക് പൊടി, 1/8 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂണിൻ്റെ പകുതിയും ചേർത്ത് ജസ്റ്റ് മിക്സാക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ടൈറ്റായ രീതിയിൽ മാവിനെ ലൂസാക്കിയെടുക്കുക. ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയുടെ മിക്സും 1/8 ടീസ്പൂൺ സാൾട്ടും ചേർത്ത് മിക്സാക്കുക. കുറച്ച് ലൂസായതുകൊണ്ട് ഒരു 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് മിക്സാക്കി ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. മാവ് നന്നായിട്ട് ടൈറ്റ് ആകുമ്പോഴേ ഉരുളക്കിഴങ്ങ് മുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൽ മാവ് നന്നായിട്ട് പറ്റി പിടിക്കുകയുള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് എന്തായാലും കറക്റ്റായി കഴിഞ്ഞു. ഇനി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് പൊട്ടാറ്റോ ഇതുപോലെ മുക്കിയെടുത്ത് പൊരിച്ചെടുക്കുക. ഒരു ഭാഗം ആയിക്കഴിഞ്ഞു. ഒരു ബേക്കിംഗ് പൗഡറോ ഒരു ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാതെ കോൺഫ്ലോർ ചേർത്തിട്ടും ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ഉരുളക്കിഴങ്ങെല്ലാം പൊള്ളിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഭാഗം ആയിക്കഴിഞ്ഞ് മറുഭാഗവും പെട്ടെന്നുണ്ട് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് കോരിയെടുത്ത ശേഷം വീണ്ടും ഞാൻ അടുത്തത് പൊരിച്ചെടുത്തു. നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റ് അളവായതുകൊണ്ട് തന്നെ എല്ലാം ഫിനിഷായി അവസാനം പൊരിച്ചപ്പോഴേക്കും എല്ലാവരും ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഉരുളക്കിഴങ്ങ് സ്നാക്സിൻ്റെ ഉൾവശം നോക്കിക്കഴിഞ്ഞാൽ മാവും ഉരുളക്കിഴങ്ങും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് കാണാം. കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പെർഫെക്റ്റ് ആയി കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പുതിയ വീഡിയോസുമായി.